ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ സകല ദുഃഖങ്ങളെയും സന്തോഷമായി മാറ്റും. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അതെ, ഇന്നത്തെ ആലോചന ദുഃഖിക്കുന്നവരോടാണ്, കരഞ്ഞു വിലപിക്കുന്നവരോടാണ്. ഈ വർഷത്തിൻ്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് വിചാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകൾ എത്തിയപ്പോഴും എൻ്റെ കണ്ണുനീരിനൊരു കുറവുമില്ലല്ലോ, എൻ്റെ ദുഃഖത്തിന് ഒരു കുറവുമില്ലല്ലോ, ഞാനിന്നും വിലപിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ, പ്രൈസ് ദി ലോർഡ് എന്ന ചിന്തയോടെ ഒരു ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ശരിയാ, അപ്പോൾ ലോകം സന്തോഷിക്കും, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കും, പ്രൈസ് ദി ലോർഡ്. എന്ന് നാം ഭാരപ്പെടുന്ന, നാം വേദനിക്കുന്ന, ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന, ആരോടും ഷെയർ ചെയ്യുവാൻ പോലും കഴിയാതെ ആമേൻ ഹൃദയത്തിൻ്റെ അകത്ത് നീറിപ്പുകയുന്ന വേദനകൾ, ഭാരങ്ങൾ, പ്രൈസ് ദി ലോർഡ്, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, പുറമേ ചിരിക്കുമ്പോൾ പോലും മനസ്സിനകത്ത് കരയുകയാണ്. അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അവരോട് കർത്താവ് പറയുന്നു, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവ് തരുന്ന സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അതേ അധ്യായം തന്നെ അതിൻ്റെ 22-ാം വചനത്തിൽ വായിക്കുന്നു, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നമുക്ക് ലഭിക്കുന്ന സന്തോഷം ലോകം തരുന്ന സന്തോഷമല്ല. യഥാർത്ഥമായ ദൈവസ്ഥലത്തിൽ കാത്തിരുന്ന് കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ദുഃഖിക്കുന്ന പ്രിയ ദൈവപൈതലെ, ദൈവം നിന്നെ സന്തോഷിപ്പിക്കും. അതെ, കർത്താവ് പറയുന്നു, അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. യെസ്, ഇത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷവും യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അവർക്ക് സന്തോഷമുണ്ടായി, അവരെ വീണ്ടും അനുഗ്രഹിച്ചു. യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. യേശു അത് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ന് നമ്മെ നോക്കി പറയുക, അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും അമ്മ ഞാൻ പിന്നെയും നിങ്ങളെ കാണും. അടുത്ത, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. എന്ന് നാം പുറമേ ചിലപ്പോൾ സന്തോഷിക്കുന്നവരായിരിക്കാം, എന്നാൽ ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോൾ, യഥാർത്ഥമായി നാം യേശുവിനെ കാണുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ, ആ കർത്താവ് നമ്മെ സന്ദർശിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർത്താൽ, നാം എത്ര നാൾ ദുഃഖിച്ചാലും, എത്ര മാസങ്ങൾ വർഷങ്ങളായി നാം കരഞ്ഞു വിലപിച്ച പ്രാർത്ഥനാ വിഷയങ്ങളായിരുന്നാലും, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് ആ വിഷയത്തിനൊരു മറുപടി നൽകിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ സന്തോഷത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിക്കും എന്ന് പറയുന്നത് പോലെ നാം ഇന്ന് ദുഃഖിച്ച് കരഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാവശ്യങ്ങളുടെ മധ്യത്തിലും കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ആമേൻ. ആരെത്ര സന്തോഷിപ്പിച്ചാലും ഹൃദയം സന്തോഷിക്കുന്നില്ലയോ? ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. കർത്താവ് നമ്മിൽ പകരുന്ന സന്തോഷത്തെ ആർക്കും എടുത്തു കളയുവാൻ സാധ്യമല്ല. ആയതിനാൽ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, യേശു കർത്താവിനായി ഹൃദയം സമർപ്പിക്കുക. ആമേൻ.
യേശുവിനെ കർത്താവും രക്ഷിതമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവമക്കളായി ജീവിക്കുക. അവൻ എന്തു തന്നെ കഷ്ടങ്ങൾ പ്രതിസന്ധികൾ വന്നാലും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാതെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. നിശ്ചയമായി കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കും. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അധികമായി ഭാരത്തോടെ, നിലവിളിയോടെ, കരച്ചിലോടെ, ഉപവാസത്തോടെ, ഞരക്കത്തോടെ, ഞെരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ സന്തോഷിക്കുവാൻ, ഹൃദയംഗമായി ആനന്ദിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. ആയതിനാൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുക. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവ് ഭൂമിയിൽ അനുഭവിക്കുന്ന നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സന്തോഷം മാത്രം തരുന്ന ദൈവമല്ല, നിത്യസന്തോഷത്തിലേക്ക് കർത്താവ് നമ്മെ ചേർക്കുവാൻ ഏറ്റവും തൻ്റെ വരവ് ഏറ്റവും ആസന്നമായി കർത്താവിൻ്റെ വരവിങ്കൽ യഥാർത്ഥമായി യേശുവിനെ വിശ്വസിച്ച്, യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച്, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾ ആ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കും. അവിടെ കരച്ചിലില്ല, ദുഃഖമില്ല, മരണമില്ല, കണ്ണുനീരില്ല. ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. ആ വരവിൻ്റെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ഇപ്പോൾ ദുഃഖിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവ് വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ദൈവം ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം തരുമ്പോൾ ആ സന്തോഷത്തെ എടുത്തു കളയുവാൻ ആർക്കും സാധ്യമല്ല. ആ കർത്താവിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതിന് പ്രകാരം ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ ദുഃഖങ്ങളെയും സന്തോഷമാക്കി തീർത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പാ സ്തോത്രം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്ന് വായിക്കുന്നത് പോലെ കർത്താവെ, അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ അപ്പാ സന്തോഷവും ആനന്ദവും പകർന്ന് ജയത്തോടെ അങ്ങ് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിത്യസന്തോഷം ഓരോരുത്തരും പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കണം. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ദുഃഖങ്ങളെ ദൈവം സന്തോഷമാക്കി തീർത്തതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.